അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്തിനാണ് പരീക്ഷണങ്ങൾ. അതായത് വിശ്വാസികളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിശ്വാസികളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്ത് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തിനാണ് എന്ന് പലപ്പോഴും ഈ അവിശ്വാസികളും അല്ലെങ്കിൽ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ചോദിക്കാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴായി പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്കറിയാം ആയത്ത്, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ പരീക്ഷണങ്ങൾ സത്യം പറഞ്ഞാൽ 3 വിധമുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും, സമ്പത്ത്, ആരോഗ്യം, ജീവിത സുഖങ്ങൾ, മക്കൾ, എല്ലാവിധ അനുഗ്രഹങ്ങളും ധാരാളം നൽകപ്പെടും. എന്നിട്ട് അത് കിട്ടിയ ആൾ എങ്ങനെയാണ് അയാൾക്ക് അല്ലെങ്കിൽ നമുക്ക് പടച്ചവനോടുള്ള നിലപാട് എന്ന് പരീക്ഷിക്കപ്പെടും. ഒന്നാമത്തെ. രണ്ടാമത്തത്, സാമ്പത്തികമായി കുറേ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലെ മരണങ്ങൾ, മറ്റൊരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് വിശ്വാസി എങ്ങനെയാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരീക്ഷണം. മൂന്നാമത്തതാണ് വേറൊരു രീതി. അത് മേൽപ്പറഞ്ഞ രണ്ടും കൂടിയും ചേർന്നിട്ടുള്ള മിക്സാണ്. കുറേ കാലം ജീവിതം നല്ല സുഖമുള്ളതാക്കി, എല്ലാവിധ സൗകര്യങ്ങളും സമ്പത്തും, ഇവിടെ നമ്മൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സിംബോളിക്കായിട്ടാണ്, എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നിട്ട് പിന്നെ കുറച്ചു കാലം ജീവിതത്തിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഈ 2 സമയത്തും വിശ്വാസിയുടെ നിലപാട് എങ്ങനെയാണ് എന്ന് ഉള്ളൊരു പരീക്ഷണം അത്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യന്മാർ പലതരത്തിലുള്ള പരീക്ഷകളും പരീക്ഷണങ്ങളും നടത്തുന്നില്ലേ? ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അടങ്ങുന്ന ഒരു വലിയ പരീക്ഷണമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു ഉപാധിയാണത്, അള്ളാഹുവിൻ്റെ ഒരു രീതിയാണത്. പരീക്ഷണങ്ങളോട് ഓരോരുത്തരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നല്ല രീതിയിൽ പ്രതികരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ പക്കൽ വിജയിച്ചു. അത് വേറൊരു തരത്തിലാണ്, അള്ളാഹുവിനെ ചീത്ത പറയുന്ന രീതിയിലാണ് അവൻ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. വേറൊരു വിഷയം, ഈ വേറൊരു തരത്തിലുള്ളൊരു പരീക്ഷണമുണ്ട്. നമ്മളെല്ലാ നിലക്കും അള്ളാഹു പറയുന്ന പോലെയൊക്കെ കേട്ട് നല്ല രീതിയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ്റെ നടുക്കഷ്ണം എന്നൊക്കെ പറയും, ഒരു തെറ്റും ചെയ്യാതെ എല്ലാ നിലക്കും അള്ളാഹുവിനെ അനുസരിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്നു. നല്ല സാമ്പത്തികമായ കഴിവും സ്വാധീനവും മക്കളും സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതങ്ങനെ പോയി കുറേ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിൻ്റെ ഒരു മറുവശം, അത്രയൊക്കെ പടച്ചവനോട് അടുത്ത ആളായാലും പിന്നീട് പരീക്ഷണം നേരെ തിരിച്ചു വന്നെന്ന് വിചാരിക്കുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതാണെങ്കിൽ അവനെന്താ പറയുക, ഇത്രയും കാലം നിൻ്റെ അടിമയായിട്ട് നീ പറയുമ്പോൾ കേട്ടിട്ട് നിൻ്റെ ആളായിട്ട് ജീവിച്ച അവസാനം എനിക്ക് കിട്ടിയത് ഇതാണോ, എന്നാൽ പിന്നെ മതി എന്നും പറഞ്ഞിട്ട് പടച്ചവനെ ചീത്ത പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ അവൻ്റെ റബ്ബ് എല്ലാവിധ ആദരവും അനുഗ്രഹങ്ങളും കൊണ്ട് പരീക്ഷിച്ചാൽ അവനെന്താ പറയുക, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹു അവൻ്റെ ജീവിതം ഒന്ന് കുടുസാക്കിയാൽ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു. നമുക്കറിയാം ആയത്ത് 89-ാമത്തെ ആയത്ത് 15-16, 89-ാമത്തെ അധ്യായം 15-16 ആയത്ത്. അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പോയിന്റ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ സമ്പത്ത് നൽകും. സമ്പത്ത് മീൻസ് അനുഗ്രഹങ്ങൾ നൽകും. അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ സമ്പത്തിൽ അല്ലെ അനുഗ്രഹങ്ങളിൽ കുറവ് വരുത്തും. ഇവിടെ സമ്പത്തുള്ളവൻ അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയവൻ അതിന് നന്ദി കാണിക്കും, അതില്ലാത്തവൻ അള്ളാഹുവിനെ വഴി പറയും. അതേസമയം അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളും ഉണ്ട്.
അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക്, അള്ളാഹു പറയുന്നതൊക്കെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കുറേ സമ്പത്ത് തരും, അല്ലാത്തവരെ അള്ളാഹു കുറേ ബുദ്ധിമുട്ടിക്കും. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ മാനദണ്ഡങ്ങൾ. അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.